നമസ്കാരം. ലണ്ടനിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനിക്ക് കോടികളുടെ ആഡംബര വസതിയുണ്ടെന്ന് റിപ്പോർട്ട്. ഇത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവാകുമെന്ന് കരുതപ്പെടുന്ന മൊജ്തബ ഖമേനിക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ കെൻസിംഗ്ടണിൽ 50 മില്യൺ പൗണ്ടിലധികം, ഏകദേശം 600 കോടിയിലധികം രൂപ മൂല്യം വരുന്ന സ്വത്തുക്കളാണുള്ളത്. കെൻസിംഗ്ടൺ കൊട്ടാരത്തിന് തൊട്ടടുത്താണ് ഈ അപ്പാർട്ട്മെൻറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. 6-ാം നിലയിലും 7-ാം നിലയിലുമുള്ള ഈ ആഡംബര ഫ്ളാറ്റുകൾക്കൊപ്പം താഴത്തെ നിലയിൽ ജീവനക്കാർക്കുള്ള താമസ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇസ്രായേൽ എംബസിക്ക് തൊട്ടടുത്ത് ഇറാന്റെ സ്വാധീനമുള്ള വ്യക്തി ഇത്രയും വലിയ നിക്ഷേപം നടത്തിയത് ലണ്ടനിലെ സുരക്ഷാ ഏജൻസികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. 56-കാരനായ മൊജ്തബ ഖമേനി 2014 മുതൽ ഈ രണ്ട് അപ്പാർട്ട്മെൻറ്റുകളുടെയും ഉടമയാണെന്നാണ് വിവരം. എന്നാൽ ഒരു വർഷത്തോളം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വിവരങ്ങൾ ബ്ലൂംബർഗ് പുറത്തു കൊണ്ടുവന്നത്. ഇതിനു പുറമെ ലണ്ടനിലെ ഹാംസ്റ്റഡിൽ 11 ആഡംബര ബംഗ്ലാവുകളും ഇദ്ദേഹത്തിനുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഐൽ ഓഫ് മാനിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഷെൽ കമ്പനിയിലൂടെയും ഒരു ബിനാമി ഇടനിലക്കാരനിലൂടെയുമാണ് മൊജ്തബ ഖമേനി ഈ സ്വത്തുക്കൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ലോകമെമ്പാടും കോടിക്കണക്കിന് പൗണ്ട് വിലമതിക്കുന്ന സ്വത്തുക്കൾ ഖമേനി കൂട്ടിയിട്ടുണ്ടെന്ന് ബ്ലൂംബർഗ് അന്വേഷണത്തിൽ വെളിപ്പെടുന്നു. ഇറാന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളെ മറികടന്ന് നടത്തിയ എണ്ണ വ്യാപാരത്തിലൂടെ ലഭിച്ച പണമാണ് ഈ സ്വത്തുക്കൾ വാങ്ങാൻ ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട്. ഭീകരതയ്ക്ക് കുപ്രസിദ്ധമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉന്നത നേതാവായ മൊജ്തബ ഖമേനി ഇസ്രായേൽ എംബസിയെ നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കിയത് വലിയ സുരക്ഷാ ആശങ്കകളാണ് ഉയർത്തുന്നത്. ഈ അപ്പാർട്ട്മെന്റുകൾ നയതന്ത്ര കാര്യാലയത്തെ ചാരപ്പണി നടത്താൻ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്ന സംശയവും ശക്തമാണ്. അതിനിടെ വെള്ളിയാഴ്ച പുലർച്ചെ വടക്കൻ ലണ്ടനിൽ ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന സംശയത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇറാനിയൻ പൗരന്മാരും ബ്രിട്ടീഷ് ഇറാനിയൻ ഇരട്ട പൗരത്വമുള്ളവരുമാണ് പിടിയിലായവർ. ജൂതന്മാരുടെ ആരാധനാലയങ്ങളെയും അവിടെ എത്തുന്ന വ്യക്തികളെയും ഇവർ നിരീക്ഷിച്ചതായും സംശയിക്കപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഹാരോയിൽ നിന്ന് 6 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർ ചാരപ്രവർത്തനത്തിന് ഒത്താശ ചെയ്തവരാണെന്നാണ് സൂചനയെങ്കിലും ഇവർക്ക് ഗൂഢാലോചനയുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഇസ്രായേൽ എംബസി കെട്ടിടത്തിന് തൊട്ടു പിന്നിലായി വെറും 50 മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കെൻസിംഗ്ടണിലെ ഈ ആഡംബര ഫ്ളാറ്റുകൾ എംബസിയിലെ ജീവനക്കാരെയും സന്ദർശകരെയും നിരീക്ഷിക്കാനും അവരുടെ ചിത്രങ്ങൾ പകർത്താനും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഭീകരവിരുദ്ധ സുരക്ഷാ വിദഗ്ധർ ശനിയാഴ്ച മുന്നറിയിപ്പ് നൽകി. എംബസി പരിസരത്തെ പൂന്തോട്ടത്തിൽ വെച്ച് നയതന്ത്ര ഉദ്യോഗസ്ഥർ നടത്തുന്ന സംഭാഷണങ്ങൾ പോലും ഈ ഫ്ളാറ്റുകളിൽ നിന്ന് വ്യക്തമായി കേൾക്കാൻ സാധിക്കും. കൂടാതെ ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ജനൽ ഗ്ലാസുകളിലെ പ്രകമ്പനം നിരീക്ഷിക്കുകയും അതുവഴി അകത്ത് നടക്കുന്ന സംഭാഷണങ്ങൾ ചോർത്തിയെടുക്കാനും ഇവിടെ നിന്ന് സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 50 മീറ്ററിൽ താഴെ മാത്രം ദൂരമുള്ളതിനാൽ എംബസിയുടെ വയർലെസ് നെറ്റ്വർക്കുകൾ ഹാക്ക് ചെയ്ത് ഇന്റർനെറ്റ് ട്രാഫിക് നിരീക്ഷിക്കാനും ഈ ഫ്ളാറ്റുകൾ കേന്ദ്രമാക്കി എളുപ്പത്തിൽ സാധിക്കുമെന്ന് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നു. മൊജ്തബയുടെ ഈ സ്വത്തുക്കളെക്കുറിച്ച് ഭീകരവിരുദ്ധ വിദഗ്ധനും മുൻ ഇറാൻ ഇന്റർനാഷണൽ മുൻ സെക്യൂരിറ്റി ഡയറക്ടറുമായ റോജർ മാക്മില്ലൻ മുന്നറിയിപ്പ് നൽകുന്നു. മൊജ്തബ ഖമേനിയുടെ ഉടമസ്ഥതയിലുള്ള 2 അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എംബസിയിലേക്കുള്ള കാഴ്ച വളരെ വ്യക്തമാണ്. ഇതൊരു നിക്ഷേപമല്ല, മറിച്ച് സ്ഥിരമായ ഒരു ചാര നിരീക്ഷണ കേന്ദ്രമാണ്. ഇത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് മാക്മില്ലൻ വ്യക്തമാക്കി. എംബസിക്ക് സമീപമുള്ള ഈ 2 ഫ്ളാറ്റുകളും ബില്യണേഴ്സ് റോ എന്നറിയപ്പെടുന്ന ഹാംസ്റ്റഡിലെ ബിഷപ്സ് അവന്യൂവിലുള്ള 11 ബംഗ്ലാവുകളും ചേർത്ത് ഏകദേശം 200 ദശലക്ഷം പൗണ്ട് വിലമതിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ മിക്കവയും ഒഴിഞ്ഞുകിടക്കുകയാണെന്നും പലതും ജീർണാവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പോലീസിന്റെയും സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും 24 മണിക്കൂർ കാവലുള്ള പാലസ് ഗ്രീൻ എന്ന സ്വകാര്യ പാതയിലാണ് ഈ ഫ്ളാറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. എംബസിയുടെ സുരക്ഷാ കാരണങ്ങളാലും അവിടുത്തെ അതിസമ്പന്നരായ താമസക്കാരുടെ സ്വകാര്യത മുൻനിർത്തിയും ഈ തെരുവിൽ ഫോട്ടോ എടുക്കുന്നതിന് കർശന വിലക്കുണ്ട്. ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഖമേനിയുടെ വിശ്വസ്തനും ഇറാനിയൻ വ്യവസായിയും കുടുംബ സുഹൃത്തുമായ അലി അൻസാരി എന്ന ബിനാമി വഴിയാണ് ഈ സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്.